ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും ഇവിടെ പൂർണ്ണരാണ്. പൂർണ്ണമത പൂർണ്ണമിതം, അത് പൂർണ്ണമാണ്. അതെന്ന് പറഞ്ഞാൽ സത്തായിരിക്കുന്ന ആ പരമാത്മാവ് പൂർണ്ണമാണ്. അതിൽ നിന്നുണ്ടായ ഈ ജഗത്തെല്ലാം പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ. പൂർണ്ണത്തിൽ നിന്നും, പൂർണ്ണമായ ഒന്നിൽ നിന്നും എടുക്കുന്നതും പൂർണ്ണമായിരിക്കും. അഗ്നി പോലെ, അഗ്നി ഒന്ന് നോക്കുക. അഗ്നിയിൽ നിന്ന് വേറെ നാം ഒരു തിരിയെടുത്ത് ഒരഗ്നിയിൽ നിന്ന് കത്തിച്ചാൽ ആ അഗ്നിക്ക് ഒരു കുറവുമില്ല, കത്തിച്ച് എടുത്ത അഗ്നിക്കും കുറവുമില്ല. ആ അഗ്നിയും പൂർണ്ണമാണ്, അതിൽ നിന്നെടുത്ത അഗ്നിയും പൂർണ്ണമാണ്. അതിൽ നിന്ന് ഒരു തിരി കത്തിച്ചാൽ അതിനൊരു കുറവുമില്ല, അത് പൂർണ്ണമായി തന്നെ ഇരിക്കുന്നു. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. പൂർണ്ണത്തിൽ നിന്ന് എടുക്കുന്നതും പൂർണ്ണമാണ്, മറ്റതും പൂർണ്ണമാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അതേപോലെയാണ് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് എടുക്കുന്ന അതും പൂർണ്ണം തന്നെയാണ്, അവശേഷിക്കുന്നതും പൂർണ്ണമാണ്. അതിന് അഗ്നിയെ ഉദാഹരണമായി എടുത്താൽ മതി. ഒട്ടും കുറവില്ല അഗ്നി. നാം മറ്റെത്ര തിരികൾ എടുത്ത് കത്തിച്ചാലും ആ മൂലവിളക്കിൽ ഒരു കുറവുമില്ല. കത്തിച്ച തിരികളെല്ലാം പൂർണ്ണമാണ്. അപ്രകാരമാണ് പരമാത്മാവ്. ഈ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് നമുക്ക് കാര്യം വളരെ വ്യക്തമാവും. ആ പരമാത്മാവ് പരിപൂർണമാണ്. അതിന് വൃദ്ധക്ഷയങ്ങളില്ല, വളർച്ച തളർച്ചകളില്ല, ജനന മരണങ്ങളില്ല. അത് നിത്യ ആനന്ദസ്വരൂപിയാണ്. അതിൽ നിന്നാണ് നാമെല്ലാം, ഈ ജഗത്തും ജഗത്തിലെ സർവപദാർത്ഥങ്ങളും ഉണ്ടായത്. അപ്പോൾ ഇവയും എങ്ങനെ പൂർണ്ണമാകും? നമുക്ക് സംശയം തോന്നും. എങ്ങനെയാണ്? അഗ്നി പറഞ്ഞത് ശരിയാണ്. അതുപോലെ ജഗത് പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ആവുന്നത് എന്നൊരു സംശയമില്ലേ? നീരാവിയിൽ നിന്ന് നീരാവി എടുത്താൽ നീരാവിക്കൊരു കുറവുമില്ല. അത് ഐസായി മാറിക്കഴിയുമ്പോൾ ഐസ് ക്ഷയിച്ചു പോയില്ലേ? ഐസ് അപൂർണമായില്ലേ എന്ന് തോന്നാം. വാസ്തവത്തിൽ ആ ഐസിൽ നിറഞ്ഞിരിക്കുന്നത് നീരാവി തന്നെയല്ലേ? നീരാവിയുടെ മറ്റൊരു രൂപമാണ് ഐസ് എന്ന് പറയുന്നത്. ആ നിലയിൽ കാണുമ്പോൾ ഐസിനും ക്ഷയമില്ല, അത് പൂർണ്ണം തന്നെയാണ്. പക്ഷേ നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്ന വിധത്തിൽ നാമവും രൂപവും നിറവും ഗുണവും എല്ലാം കൊടുത്തിരിക്കുന്നു. അത് നഷ്ടമാകുന്നവയാണ്. നാം കൊടുത്ത നാമവും രൂപവും നിറവും എല്ലാം നഷ്ടമാകുന്നു. നഷ്ടമാകാത്തത് നീരാവി മാത്രം. നാം കൊടുത്തിരിക്കുന്ന നാമരൂപാദികൾ ഇല്ലാതാകുന്നു എന്ന് നാം ധരിക്കണം. അപ്രകാരമാണ് ഈ പ്രപഞ്ചത്തിലെ സർവ പദാർത്ഥങ്ങളും. അപ്രകാരം നാം ഓരോരുത്തരും ആ പൂർണ്ണ സത്ത തന്നെയാണ് എന്ന ബോധം നമുക്കെപ്പോഴും വേണം. അതാണ് ഉപനിഷത്തുക്കളിൽ കൊടുത്തിരിക്കുന്ന ഒരു ശാന്തി മന്ത്രമാണ് ഇത്. ആ ശാന്തി മന്ത്രം നമുക്ക് എപ്പോഴും ഉരുവിടണം. നമ്മൾ ഓരോരുത്തരും പൂർണ്ണരാണ് എന്ന്. അപൂർണരാണെന്ന് ധരിക്കുമ്പോൾ നമുക്ക് പോരായ്മകൾ തോന്നുന്നു. വാസ്തവത്തിൽ നമ്മൾ അപൂർണരല്ല.
അതിൽ നിന്നാണ് വന്നതെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. പക്ഷേ നമ്മളത് കാണുന്നില്ല, നമ്മളതിനെ മറ്റൊരു തരത്തിൽ വീക്ഷിക്കുന്നു. അതാണ് നമുക്കുള്ള പോരായ്മകളെല്ലാം. ഈ പോരായ്മകൾ നികത്തണമെങ്കിൽ നമ്മൾ മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് അറിയുക തന്നെ വേണം. നമ്മൾ അപൂർണരല്ല, പൂർണ്ണരാണ് നാം ഓരോരുത്തരും. പക്ഷേ നമ്മൾ അപൂർണരാണ്. എനിക്കൊരു കഴിവുമില്ല, ഞാനൊന്നിനും കൊള്ളരുതാത്തതാണ്, ഞാൻ മരിക്കുമല്ലോ, ഞാൻ ക്ഷയിക്കുന്നുവല്ലോ, ഞാൻ വളർന്നുവല്ലോ എന്നെല്ലാം തോന്നുന്നത് ഞാൻ ആരാണെന്ന് അറിയാതെ മറ്റെന്തൊക്കെയോ ആണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. നമ്മളെ സത്തായിരിക്കുന്ന ഈ പ്രപഞ്ച വസ്തുക്കളോട് താതാത്മ്യം പ്രാപിച്ചതിനാൽ അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മളിൽ ആരോപിക്കപ്പെടുന്നു. അത് അജ്ഞത കൊണ്ട് തോന്നുന്നതാണ്. എപ്പോഴാണ് അജ്ഞത നീങ്ങുന്നത്? അപ്പോൾ നമുക്ക് പരമാർത്ഥ സത്യം വെളിവായി കിട്ടും. അപ്പോൾ അവിടെ നിരാശയ്ക്കോ ദുഃഖത്തിനോ ഇടമില്ല. നാം ഓരോരുത്തരും പൂർണ്ണരാണെന്ന ബോധമുണ്ടാകും. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.